ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഇതുപോലെ ചെയ്ത നിന്റെ ശവം ഇവിടെ വീഴും. ഈ പാവത്തെ നീ ഒരുപാട് ദ്രോഹിച്ചു. എല്ലാവരുടെ മുൻപിൽ സ്നേഹമുള്ള ഭാര്യയായിട്ട് അഭിനയിച്ചത് കൊല്ലാനായിരുന്നല്ലേ? ആരോടെ നീ നിന്നോടല്ലോ. പഴയ CI സുനിത സാറിന്റെ കാര്യം ഓർക്കുമ്പോ തന്നെ പേടിയാ. അന്ന് മധു വിട്ടുമുറിച്ചു കളഞ്ഞ കൈയുമായിട്ടാണ് ഇപ്പോഴും അദ്ദേഹം ജീവിക്കുന്നത്. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പോലീസിനെ കൊണ്ട് സാധ്യമായതെല്ലാം ചെയ്യും. ഞങ്ങൾ അവന്റെ പിന്നാലെ തന്നെയുണ്ട്. എത്രയും വേഗം നിങ്ങളുടെ കുട്ടിയെ കണ്ടുപിടിക്കും. CI സാർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാമോ സജ്ജി? വിശ്വസിക്കാം. സംസാരമൊക്കെ മതി. സാർ ഒരു 2 മിനിറ്റ് ഓടി. എന്തിനാ ഇനി 2 മിനിറ്റ്? പറഞ്ഞതൊക്കെ തന്നെ വീണ്ടും വീണ്ടും പറയാനല്ലേ? ഭാഗ്യം ഉണ്ടെങ്കിൽ തന്റെ കൊച്ചിനെ തിരിച്ചു കിട്ടും. സംസാരിച്ചതൊക്കെ മതി. വാ. സച്ചി, എന്റെ മോള്. അനുവേട്ടൻ ധൈര്യമായിട്ടിരിക്കും. ആവണി മോളെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. അമ്മേ, വാ. അമ്മേ വാ. ചേച്ചി മോളെ മകൾ ആവണിയെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയെന്ന് കേട്ടു. ശരിയാണോ? അത് നിങ്ങളറിയേണ്ട കാര്യമില്ല. അല്ല, അതൊക്കെ അറിയാൻ നിങ്ങളാരാ? ഞാൻ ആരെങ്കിലും ആവട്ടെ. തൽക്കാലം നിങ്ങളുടെ ഒരു സുഹൃത്താണെന്ന് മാത്രം കരുതിയാൽ മതി. നിങ്ങള് കുട്ടിയെ പിടിച്ചോണ്ടുപോയത് നന്നായി. അഭിനന്ദിക്കാൻ വിളിച്ചതാണോ? എനിക്ക് താല്പര്യമില്ല. സോറി. ഞാൻ ഇത് പറയാൻ മാത്രമല്ല വിളിച്ചത്. പിന്നെ ഇനി നിങ്ങൾക്ക് അനൂപിനെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളിങ്ങനെ കാടടച്ച് വെടിവെച്ചിട്ട് ഒരു കാര്യവുമില്ല. അനൂപിനെ കിട്ടണമെങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? കുട്ടിയെ പിടിച്ചോണ്ട് പോയാലൊന്നും അനൂപിനെ കിട്ടാൻ പോകുന്നില്ല. അതിനൊരു വഴിയേ ഉള്ളൂ. അത് അർച്ചനയാ. അവളെ കൂട്ടിയ അനൂപ് താനെ വരും. വലിയ ബുദ്ധിമാനായ ഗുണ്ടയായിട്ടും ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിങ്ങൾക്കില്ലേ? അതെനിക്കറിയാത്ത കാര്യമൊന്നുമല്ല. അതിനുവേണ്ടി തന്നെയാ ഞാൻ ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അർച്ചന നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. അവള് നിങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും പൊളിക്കും. മധുവിന്റെ തന്ത്രങ്ങൾ പൊളിക്കാൻ അങ്ങനൊരു പെണ്ണ് വരുന്നെങ്കിൽ അവള് വരട്ടെ. ചോരക്കളി എന്താണെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം. ആ കുടുംബത്തിലെ ഒറ്റ എണ്ണത്തിനെ പോലും ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞ. അത് ശരി. അപ്പോ ഞാൻ സംസാരിച്ചൊക്കെ നിങ്ങൾ കേട്ടു. കേൾവി ശക്തി പോയിട്ടില്ല. കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തു പറ്റി? ഞാൻ മധുവിനോട് പറഞ്ഞ നിങ്ങക്ക് ഇഷ്ടായില്ലേ? അപ്പൊ സംസാരിക്കാൻ വാതിറക്കാറായല്ലേ?
ഇനി തരേണ്ട മരുന്ന് എന്താണെന്ന് എനിക്കറിയാം. സ്ലോ പോയിസൺ തന്ന് തന്നെ ഞാൻ കൊല്ലും. ആഹാ, താനെല്ലാം വിളിച്ചു പറയാൻ പോവാണോ? എന്നാ പിന്നെ താനങ്ങ് ചാവ്. അപ്പോ ഒന്നും അറിയുന്നില്ല എന്നുള്ളത് തന്നെ അഭിനയായിരുന്നല്ലേ? താൻ ചാവുന്നതാ നല്ലത്. താനങ്ങ് ചാവടോ, അതാ നല്ലത്. നീ ഇതുപോലെ ചെയ്ത നിന്റെ ശവം ഇവിടെ വീഴും. ഈ പാവത്തെ നീ ഒരുപാട് ദ്രോഹിച്ചു. എല്ലാവരുടെ മുൻപിൽ സ്നേഹമുള്ള ഭാര്യയായിട്ട് അഭിനയിച്ചത് നന്ദനെ കൊല്ലാനായിരുന്നല്ലേ? ആരടി നീ? നിന്നോടല്ലോ നീ ഇനി പലതും കേൾക്കാനും കാണാനും പോകുന്നതേ ഉള്ളൂ. ഇനി നന്ദന്റെ ദേഹത്തൊരു പോറലേറ്റോ നിന്നെ തീർത്തു കളഞ്ഞ ശവമേ. പോടി. ആരത്? നിക്കാൻ. നീ ഏത് പാതാളത്തിലാണെങ്കിലും ഞാൻ വരും. എന്റെ ആവണിമോളുടെ ദേഹത്ത് ഒരു പൂഴി മണൽ വാരിയിട്ടാണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ എന്ത് ചെയ്യും? നിന്റെ ആവണിമോള് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, ജീവനോടെ. കുറച്ചു കഴിഞ്ഞ അതിന് ജീവൻ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അത് നിന്റെ ആഗ്രഹം മാത്രം. ഇനി ആ കൊച്ചിനെ ജീവനോടെ വേണമെങ്കിൽ നീ ഇവിടെ വരണം, എന്റെ മുന്നില്. വരും, ഞാൻ വരും. എന്റെ ആവണിമോക്ക് വേണ്ടി ഏത് പാതാളത്തിലേക്ക് ഞാൻ വരും. ശക്തി കൊണ്ട് കീഴടക്കാൻ പറ്റാത്തത് ബുദ്ധി കൊണ്ടോ സ്നേഹം കൊണ്ടോ കീഴടക്കാൻ പറ്റൂല. അതല്ല, മറിച്ച് എന്റെ ആവണിമോളെ ജീവനോടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നീയും ജീവനോടെ ഉണ്ടാവില്ല. കൊള്ളാം, നല്ല ഉശിരുള്ള പെണ്ണാണെന്ന് നിന്റെ വാക്കുകൾ കേട്ടപ്പോ മനസ്സിലായി. പക്ഷേ വേറൊന്നും വിചാരിക്കരുത്, നിന്നെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും.